ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോർപ്പറേറ്റ് റെഗുലേഷൻസിലെ തേർഡ് ചാപ്റ്ററായ ഷെയർസ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ. അതിലൊരു സബ് ടോപ്പായ അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഷെയർസ്, സെക്യൂരിറ്റികളുടെ അലോട്ട്മെൻറ്റ് അഥവാ ഷെയറുകൾ എന്താണെന്ന് നോക്കാം. It is the issue of new shares by a company to the original or existing shareholders. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതോ ഒറിജിനൽ ആയിട്ടുള്ളതോ ഷെയർ ഹോൾഡേഴ്സിനെ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന പുതിയ ഷെയർസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ഓർ ഷെയർസ് എന്ന് പറയാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 ഓഫ് 81 Companies Act 2013, securities means the securities as defined in clause B, Section 3 of the Securities Regulation Act 1956. 2013 Companies Actൽ സെക്ഷൻ 281ൽ സെക്യൂരിറ്റീസ് എന്നാൽ സെക്യൂരിറ്റീസ് തന്നെയാണ് എന്നാണ് പറയുന്നത്. റെഗുലേഷൻ ആക്ട് 1956ൽ ക്ലോസ് ബി സെക്ഷൻ 3ൽ സെക്യൂരിറ്റികൾ എന്താണ് എന്നാണ് അർത്ഥമാക്കുന്നത്. In response to the public offer by providing all details of the company in the prospectus, the company receives the applications for shares along with the application money either at the registered office of the company or by the banker. Application legally is an offer by a prospective shareholders to a company to take shares. Allotment is the acceptance of the offer by the company. Allotment is a binding contract between the company and the prospective shareholders. അതായത് പബ്ലിക് ഓഫറിന് മറുപടിയായി നൽകിക്കൊണ്ട് പ്രോസ്പെക്ടസിലെ കമ്പനിയുടെ എല്ലാ വിശദാംശങ്ങളും കമ്പനിയുടെ രജിസ്റ്റർ ചെയ്ത ഓഫീസിലോ ബാങ്കർ മുഖേനയോ ആപ്ലിക്കേഷൻ മണിയോടൊപ്പമോ അപേക്ഷകൾ കമ്പനി സ്വീകരിക്കുന്നു. ലീഗലി ഒരു കമ്പനിക്ക് ഷെയർസ് എടുക്കുന്നതിനുള്ള ഓഫർ കൊടുക്കുകയാണ് ഈ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ് അഥവാ വരാനിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ അലോട്ട്മെൻറ്റ് ഈസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫർ ബൈ ദ കമ്പനി. അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റൻസ് ഓഫ് ദ കമ്പനി, അക്സെപ്റ്റൻസ് ഓഫ് ദ ഓഫറാണ്. അലോട്ട്മെൻറ്റ് ഈസ് എ ബൈൻഡിങ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ പ്രോസ്പെക്റ്റീവ് ഷെയർ ഹോൾഡേഴ്സ്. അതായത് വരാനിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സും കമ്പനീസും തമ്മിലുള്ള ഒരു ബൈൻഡിങ് കോൺട്രാക്റ്റ് ആണ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് അഥവാ ഷെയർസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ വരുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊസീജിയേഴ്സ് റിഗാർഡിങ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, രണ്ട് തരത്തിലുള്ള പ്രൊസീജിയേഴ്സാണ് വരുന്നത്. ഫസ്റ്റ് വൺ ജനറൽ principles regarding allotment, second one statutory restrictions on allotment. First one general principles regarding allotment. With regard to the allotment of shares, the following general principles should be observed in addition to the provisions of the Companies Act. Companies Act പ്രകാരം അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് രൂപീകരിക്കണമെങ്കിൽ ചില പ്രിൻസിപ്പിൾസ് നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 5 പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ അലോട്ടഡ് ബൈ പ്രോപ്പർ അതോറിറ്റി, ശരിയായ അധികാരത്താലാണ് അലോട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. ദ അലോട്ട്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ബൈ പ്രോപ്പർ അതോറിറ്റി. അലോട്ട്മെൻറ്റ് എപ്പോഴും രൂപീകരിക്കേണ്ടത് ഒരു ശരിയായ അതോറിറ്റിയിലൂടെയാണ്. The board of directors of the company or a committee should authorized to allot on behalf of the board. അതായത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർ അല്ലെങ്കിൽ ബോർഡിന് വേണ്ടി ഷെയർസ് അനുവദിക്കാൻ അധികാരമുള്ള ഒരു കമ്മിറ്റി ആയിരിക്കണം എപ്പോഴും ഷെയർസ് എപ്പോഴും ശരിയായ ഒരു അധികാരം അലോട്ട്മെൻറ്റിന് വേണ്ടി എടുക്കേണ്ടത്. Thus, an allotment made without proper authority will be invalid. ശരിയായ ഒരു അധികാരത്താലല്ല അലോട്ട്മെൻറ്റ് രൂപീകരിക്കുന്നതെങ്കിൽ അത് തികച്ചും ഇൻവാലിഡ് ആയിരിക്കും, അല്ലെങ്കിൽ അസാധുവായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് അലോട്ട്മെൻറ്റ് അഗെയിൻസ്റ്റ് ആപ്ലിക്കേഷൻ മണി. അലോട്ട്മെൻറ്റ് അഗെയിൻസ്റ്റ് ആപ്ലിക്കേഷൻ മണി എന്ന് വെച്ചാൽ അപേക്ഷയ്ക്ക് എതിരായ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ
നോ വാലിഡ് അലോട്ട്മെൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഓൺ ആൻ ഓറൽ റിക്വസ്റ്റ്. ഓറൽ റിക്വസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ്, എൻ്റെ വാ തുറന്ന് നമ്മൾ പറയുകയാണ്. ഒരു വായ്മൊഴി അഭ്യർത്ഥനയിൽ വാലിഡ് അലോട്ട്മെൻറ്റ് നൽകാൻ ആകില്ല. സെക്ഷൻ 2 ഓഫ് 55 provides that for becoming a member a person should agree in writing. അംഗം ആകുന്നതിന് ഒരു വ്യക്തി രേഖാമൂലം സമ്മതിക്കണമെന്ന് സെക്ഷൻ 255 പറയുന്നു. Thus, no allotment can be made without a written application for allotment. അതിനാൽ അലോട്ട്മെൻറ്റായി വിശദമായ അപേക്ഷയില്ലാതെ ഒരു അലോട്ട്മെൻറ്റും നടത്താൻ സാധിക്കുകയില്ല. നെക്സ്റ്റ് വൺ, റീസണബിൾ ടൈം. റീസണബിൾ ടൈം എന്ന് വെച്ചാൽ ന്യായമായ സമയം. അലോട്ട്മെൻറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ പീരീഡ് ഓഫ് ടൈം. അലോട്ട്മെൻറ്റ് എപ്പോഴും ഒരു റീസണബിൾ പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ തന്നെ രൂപീകരിക്കേണ്ടതാണ്. അതർവൈസ് ദ ആപ്ലിക്കേഷൻ ലാപ്സസ്. അങ്ങനെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കാം. The reasonable time is a question of facts depending on the circumstances of the case. Thus, the reasonable time becomes applicable in Section 6 of the Contract Act. Next one, communication. As per the Contract Act, for a legal offer and acceptance, communication is essential. Contract Act പ്രകാരം നിയമമായി ഓഫർ അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. Thus, allotment is an acceptance and be communicated to the applicant. അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്വീകാര്യതയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു അപേക്ഷകനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ. ഇൻ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ സ്ട്രീം നാവിഗേഷൻ Company 1870, it was held that a person cannot be treated as shareholders unless a notice of allotment has been sent to him. Notice of allotment, ഒരു വ്യക്തിക്ക് നോട്ടീസ് ഓഫ് അലോട്ട്മെൻറ്റ് കൊടുക്കാതിരിക്കുന്നത് പക്ഷം അയാൾ ഒരു ഷെയർ ഹോൾഡറായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന അഭിപ്രായമാണ് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ സ്ട്രീം നാവിഗേഷൻ കമ്പനി 1870 പറയുന്നത്. നെക്സ്റ്റ് വൺ, ഈ അബ്സല്യൂട്ട് ആൻഡ് അൺകണ്ടീഷണൽ, സമ്പൂർണവും നിരുപാധികവും. ദ അലോട്ട്മെൻറ്റ് മസ്റ്റ് ബി അബ്സല്യൂട്ട് ആൻഡ് അൺകണ്ടീഷണൽ. അലോട്ട്മെൻറ്റ് അബ്സല്യൂട്ടും അൺകണ്ടീഷണലും ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ഓൺ ദ സെയിം ടേംസ് ആസ് സ്റ്റേറ്റഡ് ഇൻ ദ ആപ്ലിക്കേഷൻ. എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണോ രൂപീകരിച്ചിരിക്കുന്നത് അതിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് തന്നെയായിരിക്കും അലോട്ട്മെൻറ്റിന് ഫോളോ ചെയ്യേണ്ടത്. ദ ലീഗൽ റൂൾസ് റിഗാർഡിംഗ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഈസ് ആപ്ലിക്കബിൾ ഇൻ അലോട്ട്മെൻറ്റ് ഓൾസോ. ഓഫറും അക്സെപ്റ്റൻസും സംബന്ധിച്ച നിയമപരമായ നിയമങ്ങൾ അലോട്ട്മെൻറ്റിലും ബാധകമാണ്. ഇത്രയാണ് ജനറൽ പ്രിൻസിപ്പിൾസ് റിഗാർഡിംഗ് അലോട്ട്മെൻറ്റിൽ പറയുന്ന പോയിൻറ്റ്സ്. സെക്കൻഡ് വൺ, സ്റ്റാറ്റ്യൂട്ടറി റെസ്ട്രിക്ഷൻസ് ഓൺ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻസ് വിച്ച് നീഡ് ടു ബി ഫുൾഫിൽഡ്. ഇതിൽ വരുന്ന പോയിൻറ്റ്സാണ് ഒരു 6 പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, രജിസ്ട്രേഷൻ ഓഫ് പ്രോസ്പെക്ടസ് സെക്ഷൻ 26 ഓഫ് 4. അതിൽ പറയുന്നത് a company of the prospectus signed by every person who is named therein, such as a director or proposed director of the company or by his duly authorized attorney in writing, shall be duly filled with registrar for registration before the date of its publication. For the words filed with registrar for registration, the words filling of a copy with the registrar shall be substituted as per Companies Amendment Act 2019. കമ്പനിയുടെ ഡയറക്ടർ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ഡയറക്ടർ അതും അല്ലെങ്കിൽ രേഖാമൂലം അയാളുടെ അംഗീകൃത അറ്റോർണി പോലുള്ള പേരുകളിൽ ഒപ്പിട്ട പ്രോസ്പെക്ടസിൻ്റെ ഒരു കോപ്പി രജിസ്ട്രാർക്ക് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ബിഫോർ ദ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷന് മുന്നേ ആയിട്ട്.
രജിസ്ട്രേഷന് മുൻപായി രജിസ്ട്രാർക്ക് സമർപ്പിച്ച വാക്കുകൾ രജിസ്ട്രാറുമായി ഒരു കോപ്പി ഫയൽ ചെയ്യേണ്ടതുമാണ്. കമ്പനീസ് 2019 ആക്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ബി, മിനിമം സബ്സ്ക്രിപ്ഷൻ, സെക്ഷൻ 39. Every company requires minimum amount of capital to carry on its business. If the capital raised by a company is not sufficient, it is bound to be wound up soon after the formation. In order to avoid such incidents, the Companies Act empowers the directors to fix the minimum subscription. അതായത് ഒരു കമ്പനി രൂപം കൊള്ളണമെങ്കിൽ അവർ മിനിമം ക്യാപിറ്റൽ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ല, ആ ക്യാപിറ്റൽ ഇൻസഫിഷ്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഫോർമേഷന് ശേഷം അത് പൂർണ്ണമായിട്ടും തകരും. അത് തകരാതെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീസ് ആക്ട് ഡയറക്ടേഴ്സിന് തന്നെ ഒരു അധികാരം, മിനിമം സബ്സ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട് ഒരു അധികാരം ഡയറക്ടേഴ്സിന് തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി minimum subscription is the amount which must be raised by a company in the opinion of the directors by means of issue of shares to provide for the following. ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഡയറക്ടർമാരുമായിട്ടുള്ള അഭിപ്രായത്തിൽ ഒരു കമ്പനി സമാഹരിക്കേണ്ട തുകയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ വഴിയിലൂടെ പോയാൽ നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടും എന്ന് വെച്ചാൽ, ഫസ്റ്റ് പോയിന്റ്, the purchase price of any property purchased or to be purchased. അതായത് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനുള്ള പർച്ചേസ് പ്രൈസ്. സെക്കൻഡ് വൺ, മീറ്റിംഗ് പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് ബ്രോക്കറേജ് ആൻഡ് കമ്മീഷൻസ്. ബ്രോക്കറേജും കമ്മീഷനും ഉൾപ്പെടെയുള്ള ചിലവുകൾ നിറവേറ്റുന്നത്. തേർഡ് വൺ, the repayment of any money borrowed by the company in respect of any of the above mentioned purpose or purposes. മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഉദ്ദേശങ്ങൾക്കോ വേണ്ടി കമ്പനി കടമെടുത്ത ഏതെങ്കിലും പണം തിരിച്ചടയ്ക്കുന്നത്. ഡി, വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തനം, ഒരു കമ്പനി പ്രവർത്തിക്കേണ്ടതിനായിട്ടുള്ള പ്രവർത്തന മൂലധനം. ലാസ്റ്റ് വൺ, any other expenditure stating the nature and purpose thereof and the estimated amount in each കേസ്. അതിൻ്റെ സ്വഭാവ ഉദ്ദേശവും ഓരോ കേസിലും കണക്കാക്കിയ തുകയും സൂചിപ്പിക്കുന്ന മറ്റേതെങ്കിലും ചെലവ്. നെക്സ്റ്റ് വൺ സി, സെബി ഗൈഡ് ലൈൻസ്. സെബി ഗൈഡ് ലൈൻസിൽ പറയുന്നത്, ഇഷ്യൂയിൽ ലഭിക്കേണ്ട ഏറ്റവും കുറഞ്ഞ സബ്സ്ക്രിപ്ഷനിൽ ഇഷ്യൂ തുകയുടെ 90% കുറവായിരിക്കരുത്. ഇഷ്യൂ അടച്ച തീയതി മുതൽ 60 ഡേയ്സിനുള്ളിൽ തുക ലഭിച്ചില്ലെങ്കിൽ കമ്പനി സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഇൻട്രസ്റ്റ് ഇല്ലാതെ പൂർണ്ണമായും പലിശ സഹിതം മടക്കി നൽകും ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് 60 ഡേയ്സ്. അതിലൊരു ടൈമാണ് മിനിമം ആപ്ലിക്കേഷൻ മണി. മിനിമം ആപ്ലിക്കേഷൻ മണിയിൽ പറയുന്നത് സെക്ഷൻ 39 ഓഫ് 3, ഒരു മിനിമം എമൗണ്ട് ഒരു കമ്പനിക്ക് അതിൻ്റെ പ്രോസ്പെക്ടീസ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് മുതലോ അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിലോ ഒരു മിനിമം എമൗണ്ട് ഓഫ് മണി ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ മണി, ആപ്ലിക്കേഷൻ മണി ഷാൽ ബി റീപെയ്ഡ് ആഫ്റ്റർ 15 ഡേയ്സിനുള്ളിൽ അത് കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ കമ്പനിയിലെ ഡയറക്ടറായിരിക്കും അതിന് ലയബിൾ ആയിരിക്കുക. ഡയറക്ടർ അത് ഇൻട്രസ്റ്റ് സഹിതം ഒരു 50% പെർ ആനം ഇൻട്രസ്റ്റ് റേറ്റിൽ അയാളത് മടക്കി നൽകാനും ബാധ്യസ്ഥനാണ്. നെക്സ്റ്റ് വൺ, ഡീംഡ് പ്രോസ്പെക്ടക്സ്. ഡീംഡ് പ്രോസ്പെക്ടക്സ് പറയുന്നത് സെക്ഷൻ 225 ഓഫ് 1. എല്ലാവർക്കുമായി അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റികൾ പൊതുജനങ്ങൾക്ക് വിൽക്കാൻ വാഗ്ദാനം ചെയ്യുന്ന കമ്പനിയുടെ ഏതെങ്കിലും സെക്യൂരിറ്റികൾ അനുവദിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യുന്നിടത്ത് ഓഫർ ചെയ്യുന്ന ഏത് രേഖയും പൊതുജനങ്ങൾക്ക് വിൽക്കുന്നത് എല്ലാ ആവശ്യങ്ങൾക്കും കമ്പനി നൽകിയ പ്രോസ്പെക്ടസായി കണക്കാക്കണം. നെക്സ്റ്റ് വൺ, റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ്, സെക്ഷൻ 39 ഓഫ് 4. വെൻ അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ആർ മെയ്ഡ്,
സെക്യൂരിറ്റി അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് നടത്തുകയാണെങ്കിൽ എ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ഷുഡ് ബി filed with the registrar within 13 days with the prescribed fees. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീസ് 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റിൽ ഫയൽഡ് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. ലാസ്റ്റ് വൺ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ഇഷ്യൂ. The dates opening and closing of the issues are stated in the prospectus of the company. ഒരു കമ്പനി പ്രോസ്പെക്ടക്സിൽ എന്നാണ് ഇഷ്യൂ ഓപ്പണിംഗ് ചെയ്യേണ്ടതെന്നും ക്ലോസിംഗ് ചെയ്യേണ്ടതെന്നുള്ള ഡേറ്റ് പരാമർശിച്ചിട്ടുണ്ട്. The companies are required to follow the dates of the opening and closing of the issue. ഒരു കമ്പനിയെ സംബന്ധിച്ച് ആ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നാണ് ആരംഭിക്കേണ്ടതെന്നും അവസാനിപ്പിക്കേണ്ടതെന്നും പാലിക്കേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഡിക്ലറേഷൻ അബൌട്ട് ദ ഇഷ്യൂ ഓഫ് അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ് ആൻഡ് റീഫണ്ട്സ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം. കൂടാതെ നിശ്ചിത ടൈമിന് ഉള്ളിൽ അലോട്ട്മെൻറ്റ് ലെറ്ററും റീഫണ്ടുകളും വിതരണം ചെയ്തതിനെക്കുറിച്ചുള്ള പ്രഖ്യാപനവും നടത്തേണ്ടതാണ്. അപ്പം നമ്മളിന്ന് നോക്കിയത് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഷെയർസ് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് റിഗാർഡിങ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. അതിൽ 2 പ്രൊസീജിയേഴ്സ് നമ്മൾ പഠിച്ചു. ആ പ്രൊസീജിയേഴ്സിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പം എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.